Hi, dear friends, welcome back to my channel. Welcome to another episode of Day Out, Eat and Shopping. അപ്പോൾ ഇന്നത്തേത് ബേർഡ്സിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം നോക്കൂ, ഈ പ്രകൃതിയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നതല്ലേ. ഇപ്പോൾ തന്നെ ഈ കാഴ്ച നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേർഡ് അതെന്തിൻ്റെയോ അതായത് ബേബി ബേർഡാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനെ നോട്ടയിട്ടിരിക്കുന്നത് ആരാന്ന് നോക്കൂ. ഇത് ഞാൻ കുറേ നേരമായിട്ടോ നോക്കുന്നു. കുറേ നേരമായി പുള്ളി അവിടെ ഇരിപ്പുണ്ട്. അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ നിൽക്കുന്ന ആ ബേർഡിനറിയില്ല സ്വന്തം ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പരുന്ത് റാഞ്ചാൻ വേണ്ടി നിൽക്കുന്നുണ്ടെന്ന്. നമ്മുടെ ലൈഫിലും അതൊക്കെ തന്നെയല്ലേ സ്ഥിതിയല്ലേ. പിന്നെ ഈ ബ്യൂട്ടിഫുൾ ബേർഡിനെ കണ്ടോ, നമ്മുടെ ആനറാഞ്ചി എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കി. അപ്പോൾ ഇതിൻ്റെ വാലാണ് ഏറ്റവും ഇവിടെ കുറേ ആനറാഞ്ചി പക്ഷികളുണ്ട് കേട്ടോ. ഇനി അടുത്തത് ഇയാളെ നോക്കൂ. അപ്പോൾ ശരിക്കും സൂക്ഷിച്ച് നോക്കിയാലല്ലാതെ നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. കാരണം ആ സിറ്റുവേഷനോട് യോജിച്ച കളറുമായിട്ട് അതാണ് പ്രകൃതിൻ്റെ മായാജാലം എന്ന് പറയുന്നത്. ചിലതൊക്കെ നമുക്കിങ്ങനെ സൂക്ഷിച്ച് നോക്കാതെ കാണാനേ പറ്റില്ല. അപ്പോൾ ഇത് നമ്മുടെ നാടൻ കൊറ്റിയാണ് കേട്ടോ. ഇനി അടുത്ത കാഴ്ച കാണിച്ചു തരാം. ഞാനിവിടെ എപ്പോഴും കാണും പരുന്തുകളെ. അപ്പോൾ എന്താ കാരണം, നമ്മുടെ ദേശാടന പക്ഷികളില്ലേ, ബാക്കിൽ നോക്കിയാൽ കാണാം മുഴുവൻ അതാണ്. അതിൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ട്. അതിനെ റാഞ്ചാൻ വേണ്ടിയിട്ടിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇത് നോക്കൂ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പക്ഷിയല്ലേ. അതിൻ്റെ ഇപ്പുറത്തും വേറെ ഒന്നുണ്ട്. അപ്പോൾ ഇതിവിടെ കുറേ ഉണ്ട് കേട്ടോ. ഇനി അടുത്തത് ഈ പക്ഷീൻ്റെ കയ്യിലൊരു ബെറിയാണെന്ന് തോന്നുന്നുള്ളത്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി നോക്കുകയാണ്, പക്ഷെ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു അസ്വസ്ഥതയും പിന്നെ എന്തോ ഇതുമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരുന്നപ്പം അതങ്ങനെ ച്യൂസ് ചെയ്തിട്ട് പിന്നെ അത് വിട്ടിട്ട് ആ സങ്കടത്തിൽ അങ്ങ് പറന്നു പോയിട്ടോ. ഈ കൊറ്റീൻ്റെ ഒരു പ്രത്യേകത, നെക്സ്റ്റ് സൈഡ് നോക്കിയാൽ കാണാം ഒരു യെല്ലോയിഷ് കളറുണ്ട്. ഇതങ്ങനെ കോമൺ ആയിട്ട് കാണാൻ പറ്റാത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ ഉള്ളത് പ്യുവർ വൈറ്റ്, പിന്നെ നേരത്തെ കണ്ട പോലെ അങ്ങനത്തേത്. പക്ഷേ ഇത് കുറച്ച് പ്രത്യേകത തോന്നി. പിന്നെ നമ്മുടെ നീലക്കോഴി ഹാജറാണ് കേട്ടോ. ഇത് കണ്ടോ, അണ്ണാൻ ശരിക്കും കുറച്ച് ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് നല്ല വ്യൂ കിട്ടുമായിരുന്നു. പക്ഷേ എന്തോ അണ്ണാൻ തിരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഈ പൂവ് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ. പിന്നെ ഇത് നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ കാണുന്ന പക്ഷി. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും. പിന്നെ പശുവിൻ്റെ മേലെ ആരാ ഇരിക്കുന്നതെന്ന് നോക്കൂ. ആ ബ്ലാക്ക് ബേർഡ് തന്നെ. അവർ നല്ല ഫ്രണ്ട്സാണെന്ന് തോന്നുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കോർപ്പറേഷൻ ഉണ്ടെന്ന്. ഇത് പിന്നെ നമ്മുടെ മൈന, ഇതും കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. സൗണ്ടെല്ലാം ഒരു ഭയങ്കര പ്രത്യേകതയായിട്ടുള്ള സൗണ്ടാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് സൂക്ഷിച്ച് നോക്കിയപ്പോൾ നോക്കൂ, ഈ സ്പൈഡറിൻ്റെ ഷേപ്പ് ഒരു പ്രത്യേക ഷേപ്പ്. നമ്മൾ ഡേഞ്ചർന്ന് കാണൂലേ, അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന സൈന് അതേപോലെ ഷേപ്പുള്ള ഒരു സ്പൈഡറിനെയും കണ്ടു. അപ്പോൾ ഇന്ന് ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ കണ്ടു. ചില ദിവസം ഇതുപോലെ ഇങ്ങനെ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കാണും കേട്ടോ. പക്ഷേ ചില ദിവസം പോകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ നമ്മുടെ ലക്കിനനുസരിച്ചിരിക്കും. അപ്പോൾ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തത്തകൾ നോക്കൂ, എത്ര നോക്കിയാലും മതിയാവില്ല അല്ലേ, അത്രയും ബ്യൂട്ടിഫുള്ളാണ്. ഇവരിങ്ങനെ ഫ്രീ ആയി പറക്കുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ നിൽക്കുന്നത് കാണുമ്പോൾ ഒക്കെ തന്നെ ഒരു സന്തോഷമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. എനിക്ക് സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ബൈ ബൈ.